149ാമത് മന്നം ജയന്തി ആഘോഷ നിറവിൽ NSS ആസ്ഥാനമായ പെരുന്ന മന്നം ജയന്തി സമ്മേളനം 11 മണിക്ക് നടക്കും. ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം ഡോക്ടർ സിറിയക് തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രമുഖരടക്കം നിരവധി ആളുകളാണ് രാവിലെ മുതൽ പുഷ്പാർച്ചന നടത്താൻ എത്തുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പെരുന്നയിൽ എത്തി പുഷ്പാർച്ചന നടത്തി. വിവരങ്ങൾ അരുൺ കൊടുങ്ങൂർ നൽകും. അരുൺ, ഇങ്ങനെ ഭാരതം മുഴുവൻ ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. കാരണം അത്രത്തോളം വിപ്ലവ വീര്യമുള്ളൊരു നേതാവായിരുന്നു, ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഈ മന്നത്ത് പത്മനാഭൻ. അതായത് ഈ കേരളത്തിലെ സാമൂഹിക ഭൂപടമൊക്കെ മാറ്റിമറിച്ച ആ വിപ്ലവകാരി ജനിച്ചത് നമുക്കറിയാം. വെറുമൊരു സമുദായ നേതാവാകാനൊന്നും ആയിരുന്നില്ല, മറിച്ച് തകർന്നു പോയ ഒരു ജനതയ്ക്ക് നട്ടലും ആത്മാഭിമാനവും ഒക്കെ നൽകാനായിരുന്നു. അരുൺ, നമുക്കറിയാം അന്ധവിശ്വാസങ്ങളുടെയും ജാതി ചിന്തകളുടെയും ഒക്കെ ചെങ്ങലക്കെട്ടുകളിൽ നമ്മളൊക്കെ ശ്വാസം മുട്ടിയ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പല നിർണായക വഴിത്തിരിവ് ഈ സമൂഹത്തിൽ ഉണ്ടാക്കി. എന്തായാലും അദ്ദേഹത്തെ ഓർത്തെടുക്കുകയാണ് കേരളവും ഭാരതവും ഒക്കെ. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ആശംസ അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാലും ഇന്ന് മന്നത്ത് പത്മനാഭന്റെ ഈ ആഘോഷ ചടങ്ങിൽ എന്തൊക്കെ പരിപാടികളാകും ഉണ്ടാവുക? ഇപ്പോൾ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. ഈ NS ആസ്ഥാനമായ പെരുന്നയിൽ എത്തിയിട്ടുണ്ട്. വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 11 മണിയോടുകൂടി ഉദ്ഘാടനം നടക്കും. അങ്ങനെ സാമൂഹ്യ പരിഷ്കർത്താവിനെ സമൂഹം അംഗീകരിക്കുകയാണ്, ആദരവ് നൽകുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കമുള്ളവർ ഇപ്പോൾ പെരുന്നയിൽ എത്തിയിട്ടുണ്ട്. NSS അംഗങ്ങളുമായി അദ്ദേഹം സംവദിക്കുകയാണ്. അരുൺ കൊടുങ്ങൂർ ഇപ്പോൾ അവിടെ നിന്നും ചേരുന്നുണ്ട്. അരുൺ കൊടുങ്ങൂർ V മുരളീധരനുമായി സംവദിക്കുകയാണ്. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ അദ്ദേഹം പറഞ്ഞ നിർണായകമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ ഈ പെരുന്നയിൽ എത്തിയിട്ടുണ്ട്. സുധാകരൻ അടക്കമുള്ളവർ, സുകുമാരൻ നായർ അടക്കമുള്ളവരെ അദ്ദേഹം കണ്ടു. സ്വന്തം വീട് വിറ്റ് കിട്ടിയ തുക കൊണ്ടാണ് ഈ നായർ സർവീസ് സൊസൈറ്റി എന്ന ഒരു മഹത്തായ പ്രസ്ഥാനത്തിന് ഇദ്ദേഹം തുടക്കമിട്ടത്, അടിത്തറയിട്ടത്. അത് വെറുമൊരു കെട്ടിടമായിരുന്നില്ല പ്രേക്ഷകരെ, അത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വിദ്യാഭ്യാസത്തിൻ്റെയും ഉന്നമനത്തിൻ്റെയും ഒക്കെ ഒരു പ്രകാശ ഗോപുരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പോരാട്ട വീഥിയിലൊക്കെ അദ്ദേഹം ഒരു നായകനായിരുന്നു. അതായത് യഥാർത്ഥ ധർമ്മം എന്നത് അടിച്ചമർത്തപ്പെട്ടവനെ കൈപ്പിടിച്ചുയർത്തലാണെന്നുള്ള ധർമ്മമാണ് അദ്ദേഹം സമൂഹത്തിൽ വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയാണ് എന്ന് നമ്മൾ പുതുക്കുന്നത്. എങ്ങനെ മറക്കും ആ മഹാപുരുഷനെ? ഭാരതവും കേരളവും ഒക്കെ എങ്ങനെയാണ് ഇത്തരത്തിൽ മികച്ചൊരു സാമൂഹ്യ പരിഷ്കർത്താവിനെ മറക്കാനാകുക? ആ ദിവസം ഓർമ്മ പങ്കുവയ്ക്കുകയാണ്, ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അടക്കമുള്ള നേതാക്കൾ. അവിടുത്തെ NSS അംഗങ്ങളുമായൊക്കെ അവർ സംവദിച്ചു. രാവിലെ തന്നെ പുഷ്പാർച്ചന നടത്തി. അങ്ങനെ എല്ലാ ആഘോഷ പരിപാടികളിലും BJPയുടെ സാന്നിധ്യം അറിയിക്കുകയാണ്. ഈ സാമൂഹ്യ പരിഷ്കർത്താവിനെ ഓർമ്മിക്കാതെ, ആദരവർപ്പിക്കാതെ ഇന്നത്തെ ദിവസം കടന്നു പോകില്ല. കാരണം അത്രത്തോളം നമ്മളൊക്കെ ഇന്ന് ഈ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ശ്വാസം ലഭിക്കാനൊക്കെ ഒരു പരിധിവരെ ഇദ്ദേഹവും ഈ മന്നത്ത് പത്മനാഭനും കാരണമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന നമ്മുടെ മന്നത്ത് പത്മനാഭൻ ഭാരതീയ സംസ്കാരത്തെ നെഞ്ചിലേറ്റിയ ഒരു യഥാർത്ഥ ദേശാഭിമാനിയായിരുന്നു കൂടി പറയേണ്ടി വരും. കാരണം ഈ ദേശീയ പ്രസ്ഥാനങ്ങൾ, അതായത് RSS ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ യുഗപുരുഷനായി കാണുന്നതും അതുകൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും. തനിക്ക് ചുറ്റുമുള്ള ജനതയെ സംഘടിപ്പിച്ച് നിർത്തുക എന്നത് ദൈവതുല്യമായ പ്രവൃത്തിയാണെന്ന് അദ്ദേഹം മന്നത്ത് പത്മനാഭൻ നമ്മെ പഠിപ്പിച്ചു. പ്രേക്ഷകരെ, നമുക്ക് എന്താ പറയുന്നത്, ഈ ദിവസം അദ്ദേഹത്തെ ഓർക്കാതെ കടന്നു പോകാൻ കഴിയില്ല. കാരണം അത്രത്തോളം സമൂഹത്തിൽ ഒരുപാട് പരിഷ്കരണങ്ങൾ, അടിച്ചമർത്തപ്പെട്ടവൻ്റെ വേദനകളൊക്കെ സമൂഹത്തിൽ എത്തിച്ച, അതിനൊക്കെ മാറ്റിമറിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. എന്തായാലും ഈ പെരുന്നയിൽ ഈ ആഘോഷ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. സമൂഹത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക പ്രമുഖരുമൊക്കെ ആ പെരുന്നയിൽ ഇങ്ങനെ ഒത്തുകൂടുന്നുണ്ട്. അദ്ദേഹത്തിനെ ഒന്നുകൂടി ആദരിക്കാൻ, ഒന്നുകൂടി ഓർക്കാൻ അങ്ങനെ പുഷ്പാർച്ചനയൊക്കെ നടത്തുന്നുണ്ട്.